വെള്ളം നന്നായിട്ട് കുറഞ്ഞു. ഇനിയും പോയില്ലെങ്കിൽ വിഷയമാണ്. താല പോട്ട് നന്നാണ് എടുത്തോണ്ടിരിക്കുന്നേ. ആരെടുത്ത് ഞങ്ങൾക്കല്ലേ വെള്ളം ഉള്ളതെന്ന് വെച്ചാൽ ശക്തിയിൽ കഴിക്കാൻ ഞങ്ങൾക്ക് ചേച്ചിക്കൊക്കെ ഉണ്ട് പാട്ട്. ഇതാരാ ഉണ്ടാക്കുന്നേ? നാരായണിയാണോ ചേട്ടായാണോ? ആർക്കുള്ള ഇളക്കാമല്ലോ. ഇപ്പം നാരായണി ഇളക്കിയത് കൊണ്ട് നാരായണിയല്ല. 3 മുട്ട. എടുക്കും ചേട്ടാ, ഉണ്ടാക്ക് ചേട്ടാ. വിശക്കുന്നു. ചേട്ടാ പണി ചെയ്ത് മടുക്കുമ്പോൾ ചേട്ടാ പറയും ഞാൻ ജോലിക്ക് പോക്കളാം, എനിക്ക് വയ്യ ഇവിടെ നിന്നൊരു പണി ചെയ്യാൻ. അടുക്കളപ്പണി. അയ്യോ എന്തിനാ ഇത് ഇടല്ല അത്രയും. എന്റെ പൊന്നെ എന്തുപ്പാണ് ഇടുന്നത്. ശ്യാമളമ്മയ്ക്കൊക്കെ പ്രഷർ കൊള്ളാന്ന് അറിയത്തില്ലേ? നല്ല നല്ല വൃത്തിയുള്ള കൈയൊക്കെ അല്ലേ? എന്നമ്മേ ഉടുത്തോ. എൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ സാരി അത്. പറഞ്ഞിട്ട് കൊടുക്കാം. എൻ്റെ കൂട്ടുകാരൻ എനിക്ക് തന്നാ ഗിഫ്റ്റായിട്ട്. എന്താ മനസ്സിലാ സാരി കാണിച്ചേ? എരിവെല്ലാം കളഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ. സാധാരണ അങ്ങനെയാണല്ലോ. സത്യം പറഞ്ഞാൽ ആ സാരി 2-3 പ്രാവശ്യം എടുത്തിട്ടുണ്ടോ തോന്നല്ലേ? ആന്ന്. കൊടുക്ക്. അടിപൊളി. പോളും ഒന്നും വേണ്ട. അതൊക്കെ ഉടുത്തോണ്ട് പോയാൽ മതി. പൈ വരെ പോയപ്പോഴേ. സാരം ഉണ്ടോന്ന് വെച്ചാൽ അതിന്റെ ബ്ലൗസ് ഏതാ? അതും ഇതും തമ്മിൽ വല്ല മാച്ചും ഉണ്ടാവില്ലേ? പിന്നെ ഒത്തിരി ഇത് നോക്കണ്ട. അയ്യോ വേണ്ട, ഒരുപാടൊന്നും നോക്കണ്ട. ശ്യാമളമ്മയ്ക്ക് വെച്ചിട്ട് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ എല്ലാരും. അമ്മയ്ക്ക് പോകേണ്ടതുമാണ്. അമ്മയ്ക്ക് തിരക്കുണ്ട്.
ഇവരുടെ സാരി ശരിയായില്ല. ഓരോ സാരി എടുത്തിട്ട് വേണം വരെ പോയി. എന്ത് സാരി ഉണ്ട് ഇല്ല എനിക്ക് വേണം ഞാൻ മുട്ട അവിടെ നിന്ന് തിന്നും. കൊച്ചുങ്ങളുടെ കാര്യം ഓർത്തിട്ടാ. എന്നാ എടുക്കണ്ട, എനിക്ക് തന്നേര്. മുട്ട ഇട്ടാ ഉണ്ടാക്കിയേക്കുന്നേ. ആണോ? എൻ്റെ അയ്യപ്പ, എനിക്ക് ഒത്തിരി കളർഫുൾ ഉള്ള എനിക്ക് ഇഷ്ടമില്ല. ഒന്നാതെ ഇതുപോലെ വീതിയുള്ള കസവ് ഇങ്ങനെയുള്ള സാരി ഒന്നും കസവ് ശ്യാമളമ്മ ചേച്ചാച്ചൻ്റെ അടുത്ത് പോവാണ്. രണ്ട് നാഴി എന്നല്ലേ പറഞ്ഞേ? ആ വലിയ ഇതിന് രണ്ട് നാഴി. ഇനി പറഞ്ഞ എടുക്കാന്നോ? ചെല്ലു. ആ രണ്ട് നാഴി എന്ന് പറഞ്ഞോളാ. രണ്ട് നാഴി ഇട്ടേ ചേച്ചാതിന് പിന്നെ തന്നെ അങ്ങോട്ട് എന്നാ കൊച്ചിൻ്റെ ബുക്കുണ്ടല്ലോ അല്ലേ? മറക്കരുത്. ആ ഞാൻ പേഴ്സ് മാത്രം എടുക്കുള്ളൂ. പിന്നെ ഇവക്ക് ഒരു ജോഡി ഡ്രസ്സും. സത്യം പറഞ്ഞാൽ കോട്ടയത്തൊക്കെ പൊന്നു താമസിക്കുന്നുണ്ട്. പിന്നെ പറയേണ്ട കാര്യമില്ല. അവളങ്ങ് പോകും രാവിലെ. ഇതിന് ഇവിടെ ഇങ്ങനെ അപ്പം എന്തോ അതോ കയ്യല്ല ലോഷൻ ബോഡി ലോഷൻ തേക്കാൻ മേലായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ? ചോദിച്ചോ എന്താ ആവശ്യമേ? അത് ലോഷനാ. ഇതോ ശ്യാമളമ്മ പോകുന്നത് നീ കണ്ടായിരുന്നോ? ശ്യാമളമ്മ പോകുന്നത് കണ്ടായിരുന്നോ? എടി ലോഷൻ ബോഡി ലോഷന്റെ കണ്ടുന്ന് എടി ബോഡി ലോഷന്റെ ആന്ന. അതിന് ചാർജ് ഉണ്ടോ? വണ്ടിക്കൂലി ഉണ്ടല്ലോ അല്ലേ? നോക്കിയിട്ടൊക്കെ പോ. എന്നാ കുഞ്ഞേ? ആ തീടയോ? ആ എന്നാ ഇത് അടുപ്പ കഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ ആയിരിക്കും. കുട എടുത്തിട്ടുണ്ടല്ലോ? ഇല്ല. അത് മേടിക്കാണ്ടെന്തേലും? പിന്നെന്തിനാ പയ്യൽ ഇറങ്ങും? നമുക്ക് അപ്പുറത്തങ്ങ് പോയി ഇറങ്ങിയാൽ പോരെ? അമ്മ ഗവൺമെന്റ് ആശുപത്രി കയറിട്ട് പോ. എന്തിനാടാ ഗവൺമെന്റ് ആശുപത്രി കയറിയിട്ട് പോയാ? അല്ല ചേട്ടാ, നാളെ പോകുമ്പോൾ അമ്മയെ കൊണ്ട് കാണിച്ചോളാം ഞാൻ. ഇതിലിപ്പോ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ചേട്ടാ എല്ലാരെയും കാണിക്കേണ്ടി വരും. ഫസ്റ്റ് കാണിക്കേണ്ട നിന്നെയാടാ. ശ്യാമളമ്മ കൂടെ ഞങ്ങൾ രണ്ടുപേർക്കും. അപ്പൊ നിങ്ങൾ രണ്ടുപേർക്ക് കഴുകിയിട്ട് ഉപ്പ് കെട്ടി വെക്കുവോ? ആ വെട്ടാം. ഇല്ല, ഞാൻ തേങ്ങ വെട്ടുന്നു. അവിടെ തൈര് കിട്ടുന്നു. വേണ്ടമ്മേ. നീയൊക്കെ ഈ ജയനെന്ന് ശ്യാമള എന്നല്ലാതെ ചേച്ചെന്ന് ശ്യാമളമ്മേന്ന് വിളിക്കത്തില്ലേ? അമ്മ അച്ഛനും കയറിയാണോ പേര് വിളിക്കുന്നത്? ആ മുടി നരച്ചാണോ വലിയ കാര്യം? അത് നിനക്ക് വല്ല അസുഖം ഉണ്ടായിരിക്കും. 28 ഞാൻ കല്യാണം കഴിക്കാൻ മുടി നരയ്ക്കാൻ തുടങ്ങിയതാ. ഞാൻ കണ്ട കാലം തൊട്ടാ നിന്റെ മുടി എല്ലാം നരച്ച്. എനിക്ക് സംശയം മോഹൻചാന്റെ മോനാണോ അതോ അനിയനാണോ എന്നൊരിപ്പോ സംശയം. അനിയനാന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇവിടെ മെഡിക്കൽ ടെസ്റ്റ് വെച്ചാൽ നിന്റെ അപ്പനാണോ എന്നോട് ചോദിച്ചു. നിന്റെ അച്ഛനാണോ ചോദിച്ചു. എന്റെ എനിക്ക് അങ്ങനൊക്കെ പറയുന്നത് എനിക്ക് ഇഷ്ടമാ. എല്ലാവരും ഓർക്കും എനിക്ക് സങ്കടമാണ്, പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. എന്തേലും മറന്നോ എടുക്കാൻ? ചേച്ചാൻ എന്താ ഇവിടെ? ആ ഇല്ലില്ല, ഒന്നും ഇരിപ്പില്ലല്ലോ അല്ലേ? ആ യെസ്. പോ ഇത് അമ്മ കൊണ്ടിടാൻ അമ്മ. പൊക്കോ വിട്ടോ വിടോ പോയ ചേട്ടാ. ഈ വെറുതെ വടി കൊടുത്തടി മേടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എന്നാ കാണിക്കോ? തുടങ്ങി പരിപാടി. എന്നാ ശരി, ആയിക്കോട്ടെ, ഞാൻ പോവാം.
പുതിയ മെഷീൻ അത് അധികം എടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എടുക്കാത്ത കൊണ്ടും പ്രശ്നം ഉണ്ടാവും അല്ലേ? നമ്മള് ചുമ്മാ കയറി വന്നാ. ഇത് മിണ്ടായിരിക്കും. വേണ്ട ഞങ്ങളല്ലേ തയ്യക്കാരൻ. ശ്യാമളയ്ക്ക് തയ്യല് പറഞ്ഞത്ര അങ്ങനെ കേറി കിടന്നുറങ്ങാം. 2 മണിയാകുമ്പോ പഠിക്കാം. ഇൻവേർട്ടർ ഓണാക്കി തരികയില്ല. അമ്മയോ പൊന്നൊക്കെയാ, പക്ഷെ ഇൻവേർട്ടർ ഓണാക്കി തരികയില്ല. എങ്ങോട്ട്? രാജൻ്റെ അടുത്ത് നോക്കോ? ആ മൂക്കോ. ഗൂഗിൾ ഇപ്പൊ തൽക്കാലം വെക്കണ്ട. 24 മണിക്കൂറും ഗൂഗിളിന്റെ അടുത്തല്ലേ. വേണ്ട, കിടന്ന് ഉറങ്ങിക്കോ. എത്ര നേരം വേണമെങ്കിലും കിടന്ന് ഉറങ്ങിക്കോ. ടിവിയും കാണണ്ട, ഗൂഗിളും കാണണ്ട. ആ അത് ഇത് മേടിക്കാൻ കിട വേണ്ട. അവളെ കിടന്ന് ഉറങ്ങിക്കോ. വേണമെങ്കിൽ അവളെ ബുക്കൊന്നും എടുക്കല്ലേ. ഒന്ന് ഉറങ്ങിക്കോ കേട്ടോ. ഉറങ്ങിക്കോ. മുറുകിയാലേ പറ്റുള്ളൂ. അത് ചെയ്ത് മുട്ടിക്കണം. പെട്ടെന്ന് മാറിയോ? അഹങ്കാരമല്ലേ? എന്നോടല്ലേ കിടന്നോണ്ട് പഠിക്കല്ലെന്ന് ജയ പറഞ്ഞിട്ട്. പട്ടി കുറെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പറമ്പിലാണ് പ്രസവിച്ച് കിടക്കുന്നത്. കോഴിയായിട്ടൊന്നും വലിയ വിഷയമില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പണ്ട് അതിൻ്റെ തള്ള പ്രസവിച്ച് കുറച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ ഇതിലെ കൂടെയൊക്കെ നടന്നിരുന്ന ഇടയ്ക്ക് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞാണ് ഇപ്പോൾ പ്രസവിച്ചിട്ട് വേറെ കുഞ്ഞുങ്ങളൊക്കെ ആയത്. അന്ന് മരം മുറിച്ച സമയത്ത് കുറേ ചപ്പൊക്കെ മിച്ചമുണ്ടായിരുന്ന കമ്പിൻ്റെ കഷ്ണങ്ങളും എല്ലാം കൂടെ കൂട്ടിയിട്ടായിരുന്നു ഇവിടെ ഈ സൈഡ് ചേർത്ത് ഒരിച്ച് കുഴി പോലായിരുന്നു ആ ഭാഗത്ത്. ആ ഒരു പ്ലാവൊക്കെ നിന്നതിൻ്റെ ചുവട്ടിൽ അവിടെ ഇപ്പം പട്ടിക്കുഞ്ഞുങ്ങൾ കിടക്കണം ഈ ഭാഗത്ത്. എന്തെങ്കിലും തീറ്റയൊക്കെ കൊടുക്കാമെന്ന് വെച്ചാൽ ആ പട്ടി തള്ളപ്പട്ടി അടുക്കത്തില്ല. ഇന്നലെ മീൻ പെട്ടീൻ്റെയൊക്കെ കഷ്ണം ഇവിടെ കൊണ്ടിട്ടിട്ട് അത് കഴിക്കുന്നുണ്ടായിരുന്നു. കാന്താരിയൊക്കെ വാടി കരിയാൻ തുടങ്ങി. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ചിട്ടൊക്കെ കരിഞ്ഞു പോകും. നല്ലപോലെ ഒഴിക്കുകയും വേണം. ഒഴിക്കാതിരിക്കുകയാണെങ്കിൽ വല്ല മഴയും പെയ്താൽ വാടി നിൽക്കുന്നതൊക്കെ രക്ഷപ്പെട്ട് കിട്ടും.
സാധാരണ എല്ലാ വർഷവും ഇച്ചിരി മഴയ്ക്കുള്ള സാധ്യതയും ഒരു മൂടലുമൊക്കെ കാണുന്നതാണ്. ഈ പ്രാവശ്യം ഒന്നുമില്ല. നല്ല ഒരു ചെറിയൊരു മൂടൽ, മഴയുടെ സാധ്യത പോലും വരുന്നില്ല. അല്ല മാസത്തിലൊരു മഴ എങ്ങനെയാണെങ്കിലും പെയ്യുന്നതാണ്. 2 വർഷം മുമ്പ് വരെ അങ്ങനെ ഉണ്ടായിരുന്നു. അവരുടെ കഴിക്കേണ്ട പേര് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റാ. ചക്ക വേണമെന്ന് ചോദിച്ചു, ചക്ക വേണ്ടാന്ന് നീ പറഞ്ഞു വെച്ചു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ മിനി ചേച്ചി ദേവാ ചക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ചക്ക എടുത്ത് കൊണ്ടുപോയി കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ചക്ക നമുക്ക് വിട്ട് കഴിക്കാം. അയ്യോ അയ്യോ നല്ല പൊന്നില്ല. ആപ്പില ഇതല്ലല്ലോ പക്ഷേ ഈപ്പില ഇത് മോനെ അതിനകത്ത് കുരുണ്ട്. കുരു മാറ്റിക്കലാണ് എടുത്തുനിന്ന്. ഒരിക്കലല്ലോ ആ ഒരിക്കൽ തൊലി മാറ്റുന്നേ. അമ്മ മാറ്റി തരാം.